നമ്മുടെ സാബിർ താത്താൻ്റെ ഈ ഒരു ബ്ലോഗ് ഉണ്ടല്ലോ, ഈ ഒരു നിങ്ങൾ വീഡിയോക്ക് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഈ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കേട്ടോ. കാരണം വെച്ചാൽ സാബിർ താൻ്റെ എല്ലാ വീഡിയോയിലേക്കും ആളുകൾ ചീത്ത പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മാഷാ അല്ലാഹ് ജനങ്ങൾ ഏറ്റെടുത്ത വീഡിയോ. എന്നിട്ട് ഒരു സാബിർ താനോട് പറയുന്നത്, സാബിർ താ ഇങ്ങനെയുള്ള നല്ല വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ടാവും. ആ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ എന്നെ കാണാം. അങ്ങനെ ഞാനും നോക്കി, മാഷാ അല്ലാഹ് എന്നെപ്പോലുള്ളവർ ഒരുപാട് പേര് സാബിർ താനെ സ്നേഹിക്കുന്ന ഇങ്ങനെയുള്ള വീഡിയോ കാണും. മാഷാ അല്ലാഹ് ഇത് എന്തോ ഒരു വീഡിയോ സാബിർ താ, ഇതിന് പറയാനില്ല. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും ബർക്കത്തും റഹ്മത്തും സാബിർ താത്താക്കിട്ട് തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്താണെന്നല്ലേ. അസ്സലാമു അലൈക്കും. വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിത. ഞങ്ങള് ഇപ്പം എന്റെ മോനെ കൂട്ടാൻ വേണ്ടി എയർപോർട്ടിൽ പോവുകയാണ്. എല്ലാം ഞങ്ങൾക്ക് കാണാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഈ വീഡിയോ എന്നിട്ട് നിങ്ങൾ ഫുള്ള് കണ്ടിട്ടായിട്ടില്ലേ അഭിപ്രായം പറയണം. കാരണം വെച്ചാൽ സാബിർ താൻ്റെ ഈ ഒരു വീഡിയോ മാഷാ അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ആൾ ആരുമില്ല. എന്താണെന്നല്ലേ നമുക്ക് കാണാം വീഡിയോ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞങ്ങൾ ഓടിക്കോടിരിക്കുകയാണ്. ഞങ്ങളെ മോന പാട്ടുപാടണമെങ്കിൽ അതുപോലെ കുളക്കടല പാട്ട് പാടിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ മോനെ കൊണ്ട് പാടിക്കും. പിന്നെ പോകുമ്പോൾ എവിടെ മോള് പാടും. ഞങ്ങളുടെ വടകരയിലെ ഹൈവേയാണ്. വെള്ളം കുടിച്ചു സ്കൂൾ വിട്ട് വന്ന പാട് പോലെ മൂരാട് പാലാണല്ലോ. മൂരാട് പാലാണ്. പുഴ കണ്ട പുഴയാണ്. പാത്ത് വള്ളേല പിടിക്കുന്നുണ്ട്. കുറെ ബേക്കറികളുണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ തൂക്കിയിട്ടുണ്ട്. നമ്മളെ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ പോകുന്നത്. നിങ്ങളെ ഓട്ടോറിക്ഷ കുറെ അങ്ങോട്ടൊക്കെ പാട്ട് പഠിച്ചണ്ട. അങ്ങോട്ടുള്ള പാട്ടുണ്ട്, ഇങ്ങോട്ടുള്ള പാട്ടുണ്ട് ഒക്കെ. അങ്ങനെ ഭർത്താവിനെ കൂട്ടാളി പോകുന്ന എയർപോർട്ടിൽ പോകുന്നതിനുള്ള പാട്ടാണ്. പാട്ട് പാടാൻ പോകുന്നത്. ഗൾഫിലേക്ക് കൂട്ടാൻ പോകുന്ന അല്ല എയർപോർട്ടിലേക്ക് കൂട്ടാൻ പോകുന്ന ഗൾഫിൽ നിന്ന് വരുന്നതായ അടിപൊളി പാട്ടാണ് പാട്ട് പാടിയത്. ഇൻഷാ അല്ലാഹ് ഇനി കുറെ അങ്ങോട്ട് എത്തട്ടെ. ഇങ്ങോട്ട് വരുമ്പോൾ മോനെ കൊണ്ട് പാട്ട് പാടിക്കും. ഇൻഷാ അല്ലാഹ് ഞങ്ങള് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് അതിനുള്ള സുഖം കിട്ടുള്ളൂ. നല്ല രസം ഉണ്ടാകുള്ളൂ. ഓക്കെ. ഇവിടെ ഓടി 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 വലിയ റോഡിലെത്തിയണ്ട. റോഡേ റോഡേ സുന്ദര അങ്ങനെ പാട്ട് താഴ്ത്തി ചിന്തിക്കുകയാണ്. നല്ല റോഡാണ്. റോഡിന്റെ നല്ല സുഖമുണ്ട്. ഞങ്ങളെ അങ്ങനെ ഇതാ നല്ലോണം അയവ ഓടിക്കൊണ്ടിരിക്കുന്നേ. നല്ലോണം അയവ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് റോഡ്. ഞങ്ങളെ വടകര ജില്ലയിലുള്ള കോഴിക്കോട് ജില്ലയിലെ വടകര നാട്ടിലുള്ള റോഡാണിത്. വരൂ മക്കളെ, കാണുകയും അല്ല വരെ ഓടി ഓടി ഞങ്ങൾക്ക് വിഷമം. നീളത്തിലുള്ള കാലുണ്ട്, കല്ലമ്മക്കായുണ്ട്. പോകുന്നവരൊക്കെ വിളിച്ചിട്ട് സാധിച്ചു കൊടുക്കും.
ഓട്ടോറിക്ഷ പോകാൻ ഭയങ്കര രസമാണ്. കാല് ഇങ്ങനെ വെക്കാവാ നോക്കുക. ഓട്ടോറിക്ഷ കാലെല്ലാം നീട്ടി വെച്ചിട്ട് ഈ അമ്മ തരുന്ന പ്രകൃതികളും ആ കാറ്റുകളും ഒക്കെ എന്താ വൈബ് മക്കളെ. എന്താ ഈ ബൈപ്പാസ് റോഡാണെങ്കിൽ തീർന്നു. അത്ര നേരമായി ഓടുന്നത്. എന്താ സുഖം. പാത്തുവാത്ത മുടിയല്ല കിട്ടുന്നത്. മോനും കാല് നിർത്തി വെച്ചിട്ട് എന്താണ് അങ്ങനെ രാത്രിയായി വന്നിട്ടുണ്ട്. കണ്ട രാത്രിയായി വരുന്നുണ്ട് മക്കളെ. ഉമ്മ കാറ്റത് കൊണ്ട് ഭയങ്കര ഉണക്കാണ്. എന്റെ സുഖിച്ച് ഉണക്കാണ്. വണ്ടി ഓടിക്കുക എത്താറായി ഏകദേശം. അങ്ങനെ രാത്രിയായി വന്നിട്ടുണ്ട്. കണ്ട രാത്രിയായി വരുന്നുണ്ട് മക്കളെ. ഉമ്മ കാറ്റത് കൊണ്ട് ഭയങ്കര ഉണക്കാണ്. എന്റെ സുഖിച്ച് ഉണക്കാണ്. വണ്ടി ഓടിക്കുക എത്താറായി ഏകദേശം. എത്ര സുന്ദരമായൊരു വീഡിയോ അല്ലേ? സാബിർ താത്താൻ്റെ ഇങ്ങനെയുള്ള വീഡിയോകളുണ്ടല്ലോ, ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടു പോവും ഈ സാബിർ താൻ്റെ ഇങ്ങനെയുള്ള. കാരണം ചില ഒരുപാട് ബ്ലോഗർമാരുണ്ട് ഇങ്ങനെയുള്ള കണ്ടന്റ് ബ്ലോഗ് ചെയ്യുന്നതും പിന്നെ യാത്ര ബ്ലോഗ് ചെയ്യുന്നതും. പക്ഷേ ഈ സാബിർ താൻ്റെ ഇല്ലേ, ഈ ഒരു വീഡിയോക്ക് സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞ് മക്ക പോലും ബാഡ് കമൻ്റ് ഇടാത്ത നല്ലൊരു സുന്ദരമായൊരു വീഡിയോ ആണ് സാബിർത്ത. ഇങ്ങനെയുള്ള വീഡിയോ ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ മകനെ സാബിർത്ത എയർപോർട്ടിൽ സ്വീകരിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അത് ബ്ലോഗായിട്ട് സാബിർത്ത ചെയ്ത്. പക്ഷെ സാബിർത്താക്കും പോലും വിചാരിച്ചിട്ടുണ്ടായില്ല ഇങ്ങനെ ഒരു വൈറലാവും ഈ ഒരു വീഡിയോ എന്ന്. മാഷാ അല്ലാഹ്, ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് സാബിർത്ത. ഇനിയും നിങ്ങൾ എന്താക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്ത് വെറുപ്പിക്കാത്ത രീതിയിൽ, മറ്റുള്ളവരുടെ കുറ്റം പറയാത്ത രീതിയിൽ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തിട്ടാണല്ലോ സാബിർത്താന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നല്ലവരായ ആൾക്കാരുണ്ടാവും. അപ്പോൾ സാബിർത്ത നോക്കും അത് ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് ബാഡ് കമൻറ്റ്, ഈ സാബിർത്ത ബാഡ് കമൻറ്റും ചീത്ത വാക്കുകളും കേട്ടിട്ടൊരു ഈ കാര്യമില്ല. നിങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ബ്ലോഗ് ചെയ്തിട്ട് നല്ലത് കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. എന്നിരുന്നാലും സാബിർത്ത ഇനിയും നല്ല ബ്ലോഗുമായിട്ട് നമ്മുടെ അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നല്ല ബ്ലോഗായിട്ട് കേട്ടോ. അപ്പോൾ സാബിർത്ത